നാളികേരം വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളി, മഞ്ഞൾപ്പൊടി, വെള്ളം, വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമ്മളിത് 2 വിസിലെടുക്കുന്നുണ്ട്. ഇതിന് അരപ്പ് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കായമിട്ട് ഒന്ന് പൊരിഞ്ഞതിന് ശേഷം 1 സ്പൂൺ പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ ഉലുവ, 2 സ്പൂൺ മല്ലി, ആവശ്യത്തിനുള്ള വറ്റൽമുളക് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെയാണ് നമ്മളത് വഴറ്റിയെടുക്കേണ്ടതായിട്ട്. ഇനി ഇതിലേക്ക് നാളികേരം, കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കുരുമുളക്, ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത് വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വന്ന പരിപ്പിലേക്ക് വെണ്ടയ്ക്ക, ചെറിയുള്ളി, ഉപ്പ് കൂടിയിട്ട് വേവിച്ചെടുക്കണേ. വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പുളിവെള്ളം കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് മല്ലിയില, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് താളിപ്പ് റെഡിയാക്കാം. എണ്ണയിലേക്ക് കടുക്, പരിപ്പ്, കറിവേപ്പില, കായപ്പൊടി കൂടിയിട്ട് താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ റെഡി.